വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മൾ കുറച്ച് നാളെ നമ്മൾ ലോങ് വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട്, അതുമാത്രമല്ല ഞാനൊരു Q&A ചെയ്തപ്പോൾ എനിക്ക് ജസ്റ്റ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടായിരുന്നു. ലൈക്ക് വെയിറ്റ് ലോസ് ജേർണിനെ കുറിച്ചൊന്ന് ഷെയർ ചെയ്യുമോ എന്ന് പറഞ്ഞിട്ട് 2-3 പിള്ളേർ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ചെയ്യാമെന്ന് കേട്ടോ. പിന്നെ അതുമാത്രമല്ല എൻ്റെ ന്യൂ സബ്സ്ക്രൈബേഴ്സിന് എൻ്റെ ഹായ്. അപ്പോൾ കുറച്ച് അടിപൊളി സബ്സ്ക്രൈബേഴ്സ് കുട്ടികളുണ്ട് കേട്ടോ നമുക്ക്. അപ്പോൾ ഞാൻ എന്താ പറയാൻ വന്നതെന്ന് വെച്ചാൽ നമ്മൾ വിഷയത്തിൽ നിന്ന് തന്നെ മാറേണ്ട. അപ്പോൾ എൻ്റെ വെയിറ്റ് ലോസ് ജേർണി എങ്ങനെയാണെന്ന് ഞാൻ ഇപ്പോൾ പറഞ്ഞു തരാം. ലൈക്ക് പൊതുവേ ഞാൻ അത്ര തടിയുള്ള കൂട്ടത്തിലൊന്നുമല്ല, മെലിഞ്ഞുള്ള പ്രകൃതം കേട്ടോ ഞാൻ ചെറുപ്പത്തിലൊക്കെ തൊട്ടിട്ട്. പിന്നെ ഗ്രാജുവലി കുറച്ച് വെയിറ്റ് ഗെയിനായി. ലൈക്ക് പ്രഗ്നൻസി ടൈമിലാണ് നന്നായിട്ട് വെയിറ്റ് ഗെയിൻ ഉണ്ടായത്. ഒരു 74 കിലോ വരെ ആയിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മളൊരു 60 അല്ലെങ്കിൽ ഒരു 58 കിലോ ഉള്ള ആൾ പെട്ടെന്ന് ഒരു 9 മന്ത്സിനുള്ളിൽ ഒരു 74 kg ആയപ്പോൾ ഒരു പുതിയ ആൾ, വേറൊരു പെൺകുട്ടി നല്ല എന്താ പറയുക, ഒരു ഡ്രാസ്റ്റിക് ചേഞ്ച് ആയിരുന്നു. ലൈക്ക് ബോഡിയിലാണെങ്കിലും മൈൻഡിലാണെങ്കിലും എല്ലാം ടോട്ടലി ഒരു ഡ്രാസ്റ്റിക് ചേഞ്ച് തന്നെയായിരുന്നു എനിക്ക്. അപ്പോൾ ഇപ്പോൾ ആൾക്കാരൊക്കെ ഇപ്പോൾ വാവ ഡെലിവറിക്ക് ശേഷമാണെങ്കിലും ആൾക്കാരൊക്കെ കാണുമ്പോൾ ഇതിപ്പോൾ ഡെലിവറി കഴിഞ്ഞ് കുട്ടി എങ്ങനെ ഉണ്ടാകുമെന്നല്ല ചോദിക്കണേ, നിനക്കെന്ത് പറ്റി, എന്തേ അമ്മേനെ കിടന്ന് വെട്ടിക്കുമല്ലോ, തടിയുടെ കാര്യം കേട്ടോ, അമ്മേനെ വെട്ടിക്കുമല്ലോ. ഞാൻ ശരിക്കും ഇവർക്കൊക്കെ ഇങ്ങനെ പറയാൻ തോന്നണേ. ഞാനിപ്പോൾ തന്നെ പ്രസവിച്ച് വന്നിട്ടുള്ളൊരു കുട്ടിയല്ലേ, എന്തിനാ എൻ്റെ ഇങ്ങനെ ബോഡി ഷെയിം ചെയ്യണം, എന്തിനാ ഇങ്ങനെ. അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഹേർട്ട് ആവാറുണ്ട് കേട്ടോ. കാരണം നമ്മളൊന്നും അങ്ങനെ ആരും ഇതുവരെയായിട്ട് പറയാറില്ല. ബട്ട് പെട്ടെന്ന് നമ്മളിങ്ങനെ സൊസൈറ്റിയിൽ അല്ലെങ്കിൽ ഇപ്പോൾ റിലേറ്റീവ്സൊക്കെ ആണെങ്കിലും കാണുമ്പോൾ എന്ത് തടിയാണ് അങ്ങനെയൊക്കെ പറയുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് വിഷമം തോന്നാറുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ തൊട്ടിട്ട് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് ആ സമയത്തൊന്നും ഞാൻ ഒരു ബോഡി ഷേമിങ് ആണെങ്കിലും ഇതാണെങ്കിലും ഞാൻ അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ല. മറ്റുള്ള ആൾക്കാർ എൻ്റെ അടുത്ത് പറയുന്നത് വരെ ഞാൻ അതിനെക്കുറിച്ച് ഒന്നും ബോദർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ബേബി ഹെൽത്തിയാണ്, ബേബിയുടെ കാര്യങ്ങൾ നോക്കുക, ന്യൂ മോമാണ്, ഒരു സംഭവങ്ങളൊന്നും അറിയില്ല. അമ്മ കാട്ടിത്തരണത് പഠിച്ചിട്ടാണ് എങ്ങനെയാണ് ഓരോ കാര്യങ്ങൾ കുളിപ്പിക്കണതാണെങ്കിലും എങ്ങനെ നമ്മൾ ആ കാര്യത്തിലാണ്. എൻ്റെ ബോഡി എങ്ങനെ ഇരിക്കണു, ഞാൻ തടിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയാം, ബട്ട് അതിനെക്കുറിച്ച് ഞാൻ കോൺഷ്യസ് ആയിരുന്നില്ല. ബട്ട് ആൾക്കാർ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ അത് കേൾക്കുമ്പോൾ ഞാനിങ്ങനെ അവരെന്തെങ്ങനെ പറയണേ, ഇപ്പം എന്നെ പ്രസവിച്ചിട്ടല്ലോ അപ്പോഴേക്കും എന്തിനിങ്ങനെ ബോഡി ഷെയിം ചെയ്യണം, അങ്ങനെ എനിക്ക് ഫീലിങ്സ് വരാൻ തുടങ്ങി കേട്ടോ. പിന്നെ അതിന് ശേഷം ബ്രസ്റ്റ് ഫീഡിങ് ഒക്കെ ഒരു ആഫ്റ്റർ ബേബി ഒരു 3 months ഒക്കെ ആയതിനു ശേഷം പതുക്കെ ഡയറ്റ് ചെയ്യാൻ തുടങ്ങി. ഡയറ്റ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫുഡ് കൺട്രോൾ ചെയ്യുക, ചോറ് അധികം കഴിക്കാണ്ടിരിക്കുക, കുറേ വെജിറ്റബിൾസും കാര്യങ്ങളൊക്കെ കഴിക്കുക, അങ്ങനെയൊക്കെ ചെയ്യലും കാര്യങ്ങളൊക്കെ. പിന്നെ അതും ഇതാക്കിയിട്ട് അങ്ങനെ കുറയുന്നില്ല. ഒരു 74 kg ഒരു 68, 69, 68 വരെ ഫുഡൊക്കെ വെച്ചിട്ട് കൺട്രോൾഡായിട്ട് വന്നു. ഫുഡ് കുറച്ച് കഴിക്കുക, അതായത് കുറച്ച് ചോറും ധാരാളം കറികളും, പിന്നെ നന്നായി വെള്ളം കുടിക്കുക. അങ്ങനെ വേറെ എക്സസൈസോ കാര്യങ്ങളോ ഒന്നും ചെയ്യുന്നുണ്ടായിരുന്നില്ല. ആകെ ഇത് മാത്രമേ ചെയ്യുന്നുണ്ടായിരുന്നുള്ളൂ കേട്ടോ. പിന്നെ അധികം ഫുഡ് കട്ട് ചെയ്യുന്നുണ്ടായിരുന്നില്ല, കാരണം ബേബിക്ക് ഞാൻ ബ്രസ്റ്റ് ഫീഡ് ചെയ്യണതുകൊണ്ട് അവനും വേറെ രീതിയിലുള്ള ഡിഫിക്കൽട്ടീസ് ഒന്നും വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ അതും ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ആ ടൈമിലൊക്കെ. കാരണം അവൻ എന്നെ ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ള ബ്രസ്റ്റ് മിൽക്ക് മാത്രമാണ് അവന്, അല്ലാണ്ട് വേറെ ഫുഡോ കാര്യങ്ങളോ ഒരു 6 months വരെ അങ്ങനെയാലോ. അപ്പോൾ ഞാൻ അതുവരെ കുറച്ച് നാൾ ഞാൻ അധികം ഫുഡൊന്നും കട്ട് ചെയ്തില്ല. ഇങ്ങനെ ഞാൻ പറഞ്ഞ പോലെ ചോറ് കുറച്ചു, പച്ചക്കറികളും കാര്യങ്ങളൊക്കെ നന്നായി കഴിച്ചു കേട്ടോ. പിന്നെ ഞാൻ ഇങ്ങനെ കുറച്ചെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഞാൻ കുറച്ച് നടന്നു. അല്ലാണ്ട് ഞാൻ കാര്യമായിട്ട് മലമറിക്കണ എക്സസൈസുകളോ കാര്യങ്ങളോ ഒന്നും ചെയ്തിട്ടില്ല ഇന്നേ വരെ. ഇപ്പം ഇത്രയും വെയിറ്റ് ലോസ് ആവാനുള്ള കാരണത്തിൽ എക്സസൈസോ കാര്യങ്ങളോ ഒന്നും ഞാൻ അങ്ങനെ കാര്യമായിട്ടൊന്നും ചെയ്തിട്ടില്ല. ആകെ ഒരു കാര്യം ചെയ്തതെന്ന് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 68 kg വരെ ഞാൻ പറഞ്ഞ ഫുഡ് അങ്ങനെ ഇതാക്കിയിട്ടാണ്. പിന്നെ ഞാനും അച്ഛനും രാവിലെ നേരത്തെ എന്നും നടക്കാൻ പോവായിരുന്നു. കുറച്ച് ദൂരം നടക്കും, അതുപോലെ തന്നെ വൈകിട്ടും നടക്കും. എനിക്കപ്പോൾ എൻ്റെ മൈൻഡിൽ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എങ്ങനെയെങ്കിലും വെയിറ്റ് കുറയണം. നമുക്ക് എന്താ പറയുക, നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്കൊരു പ്രത്യേക എനർജിയും കാര്യങ്ങളല്ലേ നമുക്ക് ഇഷ്ടപ്പെട്ട. ഇപ്പം എനിക്ക് യൂട്യൂബ് ചാനൽ ചെയ്യാന്നുള്ളത് വൺ ഓഫ് മൈ ഫേവറേറ്റ് ഹോബിയും പിന്നെ വൺ ഓഫ് മൈ ഫേവറേറ്റ് തിങ് ആണ്. അപ്പോൾ ഞാനത് ഇപ്പം മേക്കപ്പ് ചെയ്യുക, ഡ്രസ്സപ്പ് ചെയ്യുക, അല്ലെങ്കിൽ വീഡിയോസ് ചെയ്യുക, അതൊക്കെ കുറച്ച് പണിയുള്ള കാര്യങ്ങളാണ്. എല്ലാവർക്കും ഇത് ഇഷ്ടമാവണമെന്നില്ല.
ബട്ട് അത് എനിക്കിഷ്ടമുള്ളത് കൊണ്ട് ഞാൻ എന്താ ചെയ്യണേ, ഞാനത് എഫേർട്ട് എടുത്ത് ഞാൻ എന്നും വീഡിയോസ്, ഇപ്പോൾ എല്ലാവരും ചോദിക്കാറുണ്ട് എങ്ങനെയാണ് ഈ ലൈക്ക് 4 to 5 വീഡിയോസൊക്കെ ഡെയിലി എങ്ങനെ പോസ്റ്റ് ചെയ്യുന്നത്. നമുക്ക് ഇഷ്ടമുള്ളത് കൊണ്ടാണ്. ലൈക്ക് എനിക്ക് ഈ യൂട്യൂബ് ചാനലിൽ നിന്നുള്ള സംഭവം ഇഷ്ടമുള്ളത് കൊണ്ടാണ്. ഇതിപ്പോൾ ഞാൻ ഒരു കോർപ്പറേറ്റ് ലൈക്ക് ഒരു വർക്കോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഇതാക്കുകയാണെങ്കിൽ എനിക്ക് ഇതുപോലെ എഫേർട്ട് എടുത്ത് കൊടുക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഫീൽഡിൽ ബന്ധപ്പെട്ടിട്ടുള്ള ജോലി ആണെങ്കിൽ എനിക്ക് നല്ല രീതിയിൽ ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ എനിക്ക് അങ്ങനെയൊന്നും പറ്റില്ല എന്നാണ് എനിക്ക് തോന്നണേ. അപ്പോൾ അതുപോലെ എൻ്റെ മൈൻഡിൽ ഇങ്ങനെ ഉണ്ടായിരുന്നു, എനിക്ക് വെയിറ്റ് കുറയണം. ലൈക്ക് ഞാൻ എന്തെങ്കിലും നമുക്ക് വേണ്ടിയിട്ട് നമ്മൾ എന്തെങ്കിലും ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ അതെന്തായാലും വർക്കൗട്ട് ആവും അല്ലേ. അപ്പോൾ അല്ലെങ്കിൽ നമ്മൾ അത് വർക്ക് ആവാൻ വേണ്ടിയിട്ട് നമ്മൾ അത്രയും നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യും. അപ്പോൾ എനിക്കാണെങ്കിൽ എങ്ങനെയെങ്കിലും വെയിറ്റ് കുറയുന്നുള്ള രീതിയിലായിരുന്നു. ലൈക്ക് ബേബീനെ അത് എഫക്റ്റ് ചെയ്യാൻ പാടില്ല, ഹെൽത്തി ആയിട്ടുള്ള രീതിയിൽ. അപ്പോൾ ഫുഡ് കഴിക്കുകയും ചെയ്യും. അതുപോലെ തന്നെ നടക്കാൻ പോയിരുന്നു, രാവിലെയും വൈകിട്ടും നല്ല രീതിയിൽ നടക്കാൻ പോയിരുന്നു. അപ്പം ഞാനൊരു 68 ഇങ്ങനെ കുറഞ്ഞ് ഒരു 65 വരെ എത്തി. പിന്നെ ഞാനിവിടെ ദുബായിലെത്തിയപ്പോൾ ഒരു ഫുഡിന് നടക്കാനും പോകാറില്ല, ഒന്നുമില്ല. ഫുഡിനും യാതൊരുവിധ കൺട്രോളും ഇല്ല. ലൈക്ക് എല്ലാ ഫുഡും കഴിക്കുക, ലൈക്ക് അങ്ങനെയൊക്കെ ആയിരുന്നു. പിന്നെ ഞാനിങ്ങനെ വീഡിയോസ് ഇങ്ങനെ കാണുന്നതിൻ്റെ ഇടയിലാണ് ഞാൻ ചിയ സീഡിനെ കുറിച്ചിട്ട് ഞാൻ കണ്ടത്. ഞാൻ ഇതിനെക്കുറിച്ചുള്ള ഒരു വീഡിയോ തന്നെ ഡീറ്റെയിൽഡ് ആയിട്ട് ചെയ്തിട്ടുണ്ട്, ഇതിപ്പോൾ കാണാത്തവർക്ക് വേണ്ടിയിട്ടാട്ടോ. അപ്പം ഞാൻ ചിയ സീഡിനെ കുറിച്ചിട്ട് ഞാൻ കേട്ടു. അത് നല്ല വെയിറ്റ് ലോസിന് വേണ്ടിയിട്ട് അടിപൊളിയാണ്. പിന്നെ നല്ല ഫൈബർ കണ്ടൻറ്റും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. അപ്പോൾ അത് കണ്ടപ്പോൾ അത് എങ്ങനെ കൺസ്യൂം ചെയ്യാമെന്ന് വിചാരിക്കുക. എനിക്ക് നല്ല രീതിയിൽ ലൈക്ക് നല്ലൊരു ഹെൽത്തി ഫുഡായിട്ട് വേണം കഴിക്കാൻ, അല്ലാണ്ട് ഇതിപ്പോൾ ഒരു ടേസ്റ്റ് ഇല്ലാണ്ട് വെറുതെ കഴിക്കാനൊന്നും എനിക്ക് ഇഷ്ടമുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ഈ ചിയ സീഡിനെ കുറിച്ച് അറിഞ്ഞു. അപ്പോൾ ഞാൻ ചിയ സീഡ് പുഡിംഗ് ആയിട്ട് ഉണ്ടാക്കി കഴിച്ചു തുടങ്ങി. ലൈക്ക് പാലിൽ ഓവർനൈറ്റ് ഞാൻ ചിയ സീഡ് ഇട്ടിട്ട് അതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിൽ ഇട്ടിട്ടുണ്ട്. നിങ്ങൾ കണ്ടോ, ജസ്റ്റ് കണ്ടോക്കുക, അല്ലെങ്കിൽ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ അതിൻ്റെ ലിങ്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി അതും കൂടി പറഞ്ഞിട്ട് ഇത് വീഡിയോ ഞാൻ ഭയങ്കര ലെങ്തി ആക്കുന്നില്ല. അപ്പോൾ ഞാൻ ചിയ സീഡ് സംഭവം കഴിച്ചു തുടങ്ങി. അപ്പോൾ ചിയ സീഡ് കഴിച്ചു തുടങ്ങിയപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ വെയിറ്റ് കുറഞ്ഞു തുടങ്ങി. കാരണം അത് ഞാൻ ഒരു നേരം രാത്രി, എനിക്ക് ഓർമ്മയില്ല, അതിൽ ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ ഉച്ചതിരുന്നോ രാത്രി എപ്പോഴായിരുന്നു ഒരു നേരം ഞാനത് കഴിക്കുമായിരുന്നു. രാത്രിയല്ല, ഉച്ചയ്ക്കാന്ന് തോന്നുന്നു ഞാനത് കഴിക്കുമായിരുന്നു. ഒരു നേരമായിട്ട് ഞാനത് ഫുഡായിട്ട് കംപ്ലീറ്റ് ആയിട്ട് ഞാനത് കഴിക്കുമായിരുന്നു, ഒരു ഗ്ലാസ് മൊത്തം. അപ്പോൾ അത് കുടിച്ചു വന്നപ്പോൾ നന്നായിട്ട് വെയിറ്റ് ലോസ് ഉണ്ടായി. അത് മാത്രമല്ല നല്ല ടേസ്റ്റും ആയിരുന്നു കേട്ടോ. ഞാൻ നല്ല ടേസ്റ്റിൽ കുറച്ച് ഡേറ്റ്സും കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇട്ടിട്ട് ഇത്രയും കൂടി ടേസ്റ്റിയർ ഫോമിലായിരുന്നു ഞാൻ കഴിക്കണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെ കഴിച്ചു. പിന്നെ ഞാൻ കുറച്ച് നാൾ ചപ്പാത്തി മാത്രമേ കഴിക്കൽ, അരിഭക്ഷണം ഒഴിവാക്കി ചപ്പാത്തി കഴിക്കും. അതുപോലെ തന്നെ വെജീസ് ലൈക്ക് ഫ്രൂട്ട്സ്, പിന്നെ കുറേ കറികൾ. എൻ്റെ ഇപ്പോഴും ഞാനിപ്പോൾ വെയിറ്റ് ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ഒരു വൺ ഓഫ് മൈ മെയിൻ തിങ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറേ കറികൾ കഴിക്കും, കുറച്ച് ചോറ് കഴിക്കുള്ളൂ കേട്ടോ. ഇപ്പോഴും വെള്ളം ധാരാളം കുടിക്കും. ഇതാണ് വൺ ഓഫ് ഒരു മെയിൻ തിങ്. ലൈക്ക് വെയിറ്റ് ലോസ് ആവാൻ വേണ്ടി ഹെൽപ്പ് ചെയ്തത് ഈ ഒരു കാര്യമാണ്. അങ്ങനെ ചിയ സീഡ് പുഡിങ്ങും പിന്നെ അതുപോലെ തന്നെ ചപ്പാത്തി. നിങ്ങൾ ചപ്പാത്തി ഇപ്പോൾ ഉണ്ടാക്കി കഴിക്കണമെന്നില്ല, നിങ്ങൾ ചോറിൻ്റെ അളവ് കുറച്ചിട്ട് അതിൻ്റെ പകരം വീട്ടിലുള്ള കറികളോ അല്ലെങ്കിൽ വെജിറ്റബിൾസോ അത് ധാരാളം കഴിക്കാം. അപ്പോൾ തന്നെ നമുക്ക് അത്യാവശ്യം വെയിറ്റ് കുറയണം കാണാം. പിന്നെ നന്നായിട്ട് വെള്ളം കുടിക്കുക അത്യാവശ്യം. ഇപ്പം നിങ്ങൾക്കിപ്പോൾ തീരെ അനങ്ങാനൊന്നും പറ്റിയില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് നടക്കുക. ഒരു വീട്ടിന് വരാന്തയിലോ അല്ലെങ്കിൽ വീട്ടിന് മുറ്റത്ത് കുറച്ച് നടന്നാൽ തന്നെ നമുക്കൊരു നല്ലതാണ്. ഞാൻ പിന്നെ ഇവിടെ വർക്കൗട്ടിന് വേണ്ടിയിട്ട് ഇവിടെ ഒന്നും കൂടിയും ലൈക്ക് മെലിഞ്ഞു, പക്ഷെ വയറ് നമുക്ക് ഡെലിവറി ലൈക്ക് നോർമൽ ഡെലിവറി ആയിരുന്നു. അപ്പോൾ കുറച്ച് വയറുണ്ടാവുമല്ലോ. അപ്പോൾ വയറ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ആറ്റം വർക്കൗട്ടിൽ പോകുമ്പോൾ ഞാനും ജിമ്മിന് പോകാറുണ്ട്. ബട്ട് ഞാനൊരു 1 വീക്കേ പോയുള്ളൂ. അപ്പോഴേക്കും എനിക്ക് പണി കിട്ടി. ലൈക്ക് ഞാനെങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് എനിക്ക് വെയിറ്റ് കുറയണം. അതെങ്ങനെയെങ്കിലും നടക്കണ ഒരു കാര്യമാണോ പെട്ടെന്ന് ഒരാഴ്ച കൊണ്ട് വെയിറ്റ് കുറയ്ക്കണത്. അപ്പം ഞാനിങ്ങനെ വർക്കൗട്ട് ചെയ്തിട്ട് സംഭവം എന്താണ്ടായെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാലുമ ഒരു അസല് പണി കിട്ടി. പറഞ്ഞാൽ ഒടുക്കത്തെ വേദന, നടക്കാനും പറ്റില്ല, ഇരിക്കാനും പറ്റില്ല, കിടക്കാനും പറ്റില്ല, അങ്ങനത്തെ ഭയങ്കര ഒരു ലെഗ് പെയിൻ വന്നു. അപ്പോൾ ആ വർക്കൗട്ട് സെക്ഷൻ നിർത്തി. അപ്പോൾ അതുവരെ ഞാനൊരു 62 ഈ ചിയ സീഡും കാര്യങ്ങളൊക്കെ ഇതാക്കിയിട്ട് ഒരു 62 ആ ഒരു റേഞ്ചിലായി. പിന്നെ ഇങ്ങനെ വെയിറ്റ് കുറഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അച്ഛനും അമ്മയും നാട്ടിൽ പോയി. അപ്പോൾ ഞാൻ തന്നെ ഓൺ ഫുഡ് ഞാൻ തന്നെ പ്രിപ്പയർ ചെയ്യും, കുക്കിങ്ങും കാര്യങ്ങളും. അല്ല ഏട്ടനും ഹെൽപ്പ് ചെയ്യും കേട്ടോ. കുക്കിങ്ങൊക്കെ വീക്കെൻഡും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ ഏട്ടനും കുക്ക് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യാറുണ്ട്. അപ്പം ഞാൻ തന്നെ കുക്ക് ചെയ്യണ ഫുഡ് ആകുമ്പോൾ എനിക്ക് വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല ലൈക്ക് കഴിക്കാനും. ടേസ്റ്റ് ഇല്ലാന്നല്ല, എനിക്ക് വലിയ ഒരു മടുപ്പായി. പിന്നെ ഞാൻ തന്നെ വാവക്കുട്ടീനെ ഒറ്റയ്ക്ക് നോക്കലും കാര്യങ്ങളൊക്കെ ആയപ്പോൾ ആകെ സ്ട്രെസ്സും സ്ലീപ്പും വരെയൊക്കെ കിട്ടുന്നുണ്ടായിരുന്നില്ല. രാത്രി വരെയൊക്കെ ഉറങ്ങാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. പിന്നെ ഫുൾ ഡേ നമ്മൾ വാവേനെ
നോക്കുക, വാവയുടെ പിന്നാലെ നടക്കുക, ഒരു എക്സസൈസ് ഇല്ലെങ്കിലും വാവയുടെ പിന്നാലെ നടന്ന് അങ്ങനെ ചെയ്ത് ഇങ്ങനെ ചെയ്ത് അങ്ങനെയാണ് ഞാൻ വെയിറ്റ് നന്നായി കുറഞ്ഞത്. പിന്നെ ഞാൻ നാട്ടിലേക്ക് പോയപ്പോൾ എല്ലാവരും മീൻസ് അച്ഛനമ്മ ബാക്കി റിലേറ്റീവ്സ് കാര്യങ്ങൾക്കൊക്കെ അങ്ങനെ പ്രശ്നവും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല, കുറ്റം പറയാൻ മാത്രമൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാലും ക്ഷീണിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയാം. ഒരു പെട്ടെന്ന് വെയിറ്റ് കുറയുമ്പോൾ ഉള്ളൊരു ഡിസഡ്വാൻറ്റേജ് അല്ലെങ്കിൽ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കളറ് കുറയും. നമ്മൾ ഈ തടിച്ചിരിക്കുമ്പോൾ ഈ വെളുത്ത് തുടുത്ത് ഭയങ്കര വെളുത്തിട്ടെന്നല്ല, എൻ്റെ ശരീരപ്രകൃതി വെച്ചിട്ട് ഞാനൊന്ന് തടിച്ച് വന്നു കഴിഞ്ഞാൽ കവളൊക്കെ തുടുത്ത് ഒന്ന് കളർ വെക്കണ പോലത്തെ ഒരു ശരീരപ്രകൃതിയാണ് എൻ്റെ. ഓരോരുത്തരുടെ ഡിഫറെൻ്റ് ആണ്. അപ്പോൾ ഞാൻ പെട്ടെന്ന് അങ്ങനെ തടിച്ചിത്തിരി ലൈക്ക് നല്ല ഗ്ലോയും ഫേസും ഒക്കെ നമുക്കെല്ലാം കാണുമ്പോൾ ഡിഫറൻസ് അറിയായിരുന്നു. പെട്ടെന്ന് അങ്ങോട്ട് മെലിഞ്ഞപ്പോൾ അങ്ങോട്ട് കറുത്താ പോയി പറഞ്ഞാൽ ഭയങ്കര സ്കിന്നൊക്കെ ഭയങ്കര ഡാർക്കായി ഭയങ്കര കറുത്ത പോലെ. ഈവൻ മേക്കപ്പ് ഇട്ടാൽ കൂടി നമുക്ക് ഫേസിൽ അത്ര ഒരു ഗ്ലോയോ ഒരു അങ്ങനെയൊന്നും തോന്നില്ല, ഭയങ്കര കറുത്തൊരു ഫീലായിരുന്നു. അപ്പോൾ ആകെ വിഷമമായി, ഭയങ്കരമായിട്ട് വെയിറ്റ് കുറഞ്ഞു. ലൈക്ക് ഫുഡൊക്കെ ഞാൻ കുറച്ച് കഴിക്കൽ കുറച്ചു. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോയെന്ന് അറിയില്ല, ഓരോരുത്തർക്കും ഓരോന്നാണ്. എനിക്ക് ടെൻഷൻ അടിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് അധികം ഫുഡ് കഴിക്കാൻ പറ്റില്ല. സ്ട്രെസ് ഉണ്ടെങ്കിൽ എനിക്കധികം, ചിലർക്ക് സ്ട്രെസ്സും അല്ലെങ്കിൽ ടെൻഷനൊക്കെ ആകുമ്പോൾ ഓവർ ഈറ്റിംഗ് ആണ്. അതങ്ങനെ ഓരോരുത്തരുടെ ബോഡി ഡിപ്പെൻഡ്സ് ആണ്. അപ്പം മെയിൻ ഒരു കാര്യം എന്താ പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇഷ്ടമുള്ള ഫുഡ് കഴിച്ചോ, ബട്ട് ചോറിൻ്റെ അളവ് കുറച്ചിട്ട് കൂടുതലും ഈ കറികളും, ഇപ്പോൾ എന്ത് കറിയാണെങ്കിലും, ഇപ്പോൾ എന്തെങ്കിലും പച്ചക്കറികളും ചീരുപ്പേരി അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആണെങ്കിൽ കറികൾ കൂടുതൽ കഴിക്കുക. അപ്പോൾ വയറ് നിറയും ചെയ്യും, നമ്മുടെ വിശപ്പ് മാറും ചെയ്യും. ചോറിൻ്റെ അളവ് കുറച്ച് കുറയ്ക്കുക. ചോറ് കഴിക്കുമ്പോഴാണ് ഈ തടി വെക്കലും പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ ഷുഗർ സംഭവങ്ങളും, പിന്നെ ഈ ഷുഗർ കണ്ടൻറ്റുള്ള കാര്യങ്ങളൊക്കെ കഴിക്കൽ കുറയ്ക്കുക. സ്വീറ്റ്സൊക്കെ കഴിക്കൽ കുറയ്ക്കുക, ബിസ്ക്കറ്റ്സ് കുക്കീസ് അതൊക്കെ കുറച്ചാൽ തന്നെ നമുക്ക് നല്ല എന്താ പറയുക ഹെൽത്തി ആയിരിക്കും നമ്മൾ. ഓക്കെ, അങ്ങനെയൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ തന്നെ നമുക്ക് വെയിറ്റൊക്കെ ഒരു പരിധി വരെ. പിന്നെ നമ്മൾ വിചാരിക്കണം കേട്ടോ, ഇതിപ്പോൾ ഞാനിപ്പോൾ ചിക്കൻ കഴിക്കണോണ്ട് എനിക്ക് വലിയ തടി കൂടുമൊന്നും അങ്ങനെയൊന്നും തോന്നിയിട്ടില്ല കേട്ടോ. ചിക്കൻ ലൈക്ക് കമ്പയർഡ് ടു റൈസ് ചിക്കൻ കുഴപ്പമില്ല. ചിക്കനൊക്കെ ഒരു നേരം കഴിക്കണോണ്ട്, ഇപ്പോൾ കറി ഇല്ലെങ്കിലും നമുക്ക് ചിക്കൻ തന്നെ ഇപ്പോൾ കഴിക്കണോണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല. പൊരിച്ചതും വറുത്തതൊന്നും അല്ലാണ്ട് ജസ്റ്റ് ഇപ്പോൾ എയർ ഫ്രയറിലോ ലൈക്ക് അങ്ങനെയൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ കുഴപ്പമില്ല. അപ്പം അങ്ങനെയൊക്കെയാണ് അപ്പം അങ്ങനെയാണ് കേട്ടോ വെയിറ്റ് കുറയാൻ എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഫുഡ് ഞാൻ ഇപ്പോൾ പറഞ്ഞ പോലെ അങ്ങനെ ചെയ്താൽ മതി. പിന്നെ ഇപ്പം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫുഡ് പിന്നെ നമ്മൾ ഭയങ്കരമായിട്ട് ക്രേവിങ്സ് ഒക്കെ കുറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ഫുഡിനോട് ഭയങ്കര ആക്രാന്തോ കാര്യങ്ങളൊന്നും അങ്ങനെ ഉണ്ടാവില്ല. നമ്മൾ കുറച്ച് ഫുഡ് ഇഷ്ടമുള്ള ഫുഡാണെങ്കിലും നമ്മൾ ഒരു കുറച്ചേ കഴിക്കുള്ളൂ. നമ്മളത് കുറച്ച് നാളത് യൂസ് ടു ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു കുടലൊക്കെ ചുങ്ങി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അധികം ഭയങ്കരമായിട്ട് ഫുഡ് കഴിക്കാനോ അങ്ങനെയൊന്നും തോന്നില്ല എന്ന് തോന്നുന്നു. പിന്നെ വിശക്കണ സമയത്ത് കുറച്ച് വെള്ളം അങ്ങോട്ട് കുടിക്കുക. ഞാൻ അങ്ങനെയൊക്കെ ചെയ്യായിരുന്നു. ഭയങ്കരമായിട്ട് ഇപ്പോൾ വിശക്കണ സമയത്താണെങ്കിൽ ആദ്യം കുറച്ച് വെള്ളം കുടിക്കും, നന്നായിട്ട് വെള്ളം കുടിച്ചിട്ട് വയറ് ഫില്ല് ചെയ്തതിന് ശേഷം പിന്നെ ഞാനിപ്പോൾ കഴിക്കാനുള്ള ഇപ്പോൾ ലഞ്ചാണെങ്കിലും അങ്ങനെയാണെങ്കിലും ആ ഫുഡ് കഴിച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചെടുത്താൽ മതിയല്ലോ. അപ്പോൾ അങ്ങനെ വിശപ്പോ കാര്യങ്ങളൊക്കെ പോവും. പിന്നെ വേറൊരു കാര്യം ഞാൻ ചെയ്യേണ്ടായിരുന്നു എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്നും രാവിലെ ഇളം ചൂടുള്ള വെള്ളത്തിൽ നാരങ്ങയും അതുപോലെ തന്നെ ഹണിയും ഒഴിക്കുന്നുണ്ടായിരുന്നു. ഒരു സ്പൂൺ ഹണിയും ഒരു ലൈക്ക് കുറച്ച് നാരങ്ങയും. അസിഡിറ്റി വയറ്റിലുള്ളവർ അതങ്ങനെ ചെയ്യരുത്, ചിലപ്പോൾ അസിഡിക് റിയാക്ഷൻ അങ്ങനെയൊക്കെ ആവും. അത് നിങ്ങളുടെ ബോഡി ടൈപ്പ് അനുസരിച്ചിട്ട് കേട്ടോ, ഓരോരുത്തർക്ക് ഡിഫറെൻ്റ് ആണ്. ഞാൻ അങ്ങനെ കഴിക്കുന്നുണ്ടായിരുന്നു. അതും തേന് നല്ലതാണ് നമ്മൾക്ക് എന്താ പറയുക വെയിറ്റ് കുറയാനും കാര്യങ്ങളൊക്കെ. അപ്പോൾ അതെന്നും രാവിലെ ഇളം ചൂടുവെള്ളത്തിൽ അങ്ങനെയും കഴിക്കുമായിരുന്നു. അപ്പോൾ അതും എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഇപ്പം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നന്നായി വെയിറ്റ് കുറഞ്ഞു. ഇപ്പം അധികം ഞാൻ പറഞ്ഞില്ലേ, ഇപ്പം ഇങ്ങനെയൊക്കെ ചെയ്തതിന് ശേഷം അധികം ഫുഡ് ഇപ്പോൾ ഇഷ്ടമുള്ള ഫുഡാണെങ്കിലും ഓവറായിട്ട് ഒരു പരിധിക്ക് കൂടുതൽ കഴിക്കാൻ അങ്ങനെ പറ്റണില്ല അങ്ങനെ കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതൊക്കെ ആട്ടോ ഞാൻ എൻ്റെ വെയിറ്റ് ലോസ് ജേണിക്ക് വേണ്ടിയിട്ട് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ ഞാൻ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണം. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയ വീഡിയോസ് ഞാൻ വരുന്നതായിരിക്കും. ബൈ.